നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെമ്മാപ്പിള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. മഴയ്ക്ക് ശക്തി കൂടും. തൃശൂർ ഉൾപ്പെടെ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി 15,000 രൂപ തട്ടിയ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മലക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. ഹോട്ടലുകളിൽ നിന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പണമടങ്ങിയ പെട്ടി മോഷ്ടിച്ച് കടന്നു കളയുന്നയാൾ പിടിയിൽ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ചെമ്മാപ്പിള്ളി തെക്കിനിയടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ശ്രീകോവിലിന്റെയും നാഗപ്രതിഷ്ഠയുടെയും മുന്നിലെ ഭണ്ഡാരങ്ങളും ഓഫീസ് മുറിയിലെ മേശയും പൊളിച്ചിട്ട നിലയിലാണ്. സമീപത്തുനിന്ന് 2 വലിയ കമ്പികളും അരിവാളും കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കോലരി എന്ന പണിയായുധവും കണ്ടെത്തി. കഴിഞ്ഞ തവണ ഓഫീസ് മുറിയും ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച് 5,000 രൂപയോളം കവർച്ച ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളുടെ സ്ഥാനങ്ങൾ മാറ്റിയ നിലയിലാണ്. ഏകദേശം 10,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. മഴയ്ക്ക് ശക്തി കൂടും. തൃശൂർ ഉൾപ്പെടെ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇനി വരുന്ന ഒരാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഒക്ടോബർ 16-നും 17-നും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 18-ന് പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി 15,000 രൂപ തട്ടിയ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള തേജസ് എന്നയാളുടെ ലോട്ടറി കടയിൽ വന്ന പ്രതി 5,000 രൂപയുടെ സമ്മാനമുള്ള 3 ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സമ്മാനാർഹമായ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി 15,000 രൂപ തട്ടിയെടുത്തിരുന്നു. സമ്മാനാർഹമായ ലോട്ടറി മാറുന്നതിനായി ഏജൻസിയിലും ഇരിങ്ങാലക്കുട ലോട്ടറി ഓഫീസിലും ചെന്നപ്പോഴാണ് വ്യാജ ലോട്ടറിയാണെന്നും താൻ തട്ടിപ്പിന് ഇരയായെന്നും തേജസിന് മനസ്സിലായത്. തുടർന്ന് പരാതി നൽകിയത് പ്രകാരം കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. ഈ കേസിൽ അന്വേഷണം നടത്തിവരവെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോട്ടറി കടയിൽ സമാനമായ രീതിയിൽ 5,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ഇയാൾ സ്വദേശിയായ മാങ്കുന്നത്ത് വീട്ടിൽ പജീഷ് എന്നയാളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിൽ തൃശൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തതായി വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കാട്ടൂരിൽ തട്ടിപ്പ് നടത്തിയതും പജീഷ് ആണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ കേസിലേക്ക് കോടതിയുടെ അനുമതിയോടെ പജീഷിനെ ജയിലിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പജീഷിനെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ചും മറ്റും തെളിവെടുപ്പ് നടത്തി. മലക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. കേരള ചെക്ക് പോസ്റ്റിനടുത്തുള്ള മുരുകൻ എന്നയാളുടെ കടയാണ് ആനക്കൂട്ടം തകർത്തത്. പുലർച്ചെ 2 മണിക്കായിരുന്നു സംഭവം. കടയ്ക്കകത്ത് തീറ്റ തേടിയെത്തിയ ആനകളാണ് ആക്രമണം നടത്തിയത്. മുൻഭാഗത്തെ വാതിൽ തകർത്ത ആനകൾ കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ട് നശിപ്പിച്ചു. തൊട്ടടുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പാട്ടകൊട്ടി ശബ്ദമുണ്ടാക്കിയാണ് ആനകളെ തുരത്തിയത്. വേനൽക്കാലത്ത് മലക്കപ്പാറയിൽ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് പതിവാണ്. വാൽപ്പാറയിൽ വീടിനു നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ വീടിന്റെ ജനലും വാതിലും തകർന്നു.
ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചില്ലറ നൽകും. പണം എണ്ണുന്നതിനിടയിൽ കൗണ്ടറിലെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പണം അടങ്ങിയ പെട്ടി മോഷ്ടിച്ച് കടന്നുകളയുന്ന പ്രതി പിടിയിൽ. തൃശൂർ ചാഴൂർ സ്വദേശി തേക്കിനിയേടത്ത് സന്തോഷ് കുമാറാണ് പിടിയിലായത്. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കീഴിലുള്ള സ്ക്വാഡും നല്ലളം പോലീസും ചേർന്നാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെയോടെ ഇയാളെ പിടികൂടിയത്. അരീക്കാട്ടെ ഹോട്ട് ബേക്ക് ഹോട്ടലിന്റെ ക്യാഷ് കൌണ്ടറിൽ സ്ഥാപിച്ചിരുന്ന പണമടങ്ങിയ നേർച്ചപ്പെട്ടി മോഷ്ടിച്ച കേസിലാണ് നടപടി. കഴിഞ്ഞ മാസം 23-ന് രാവിലെയാണ് ഇയാൾ ഹോട്ടലിൽ കയറിയത്. ചായ കുടിച്ച ശേഷം പണം നൽകാനായി ക്യാഷ് കൌണ്ടറിൽ എത്തിയ സന്തോഷ് പണം ചില്ലറയായാണ് നൽകിയത്. കൌണ്ടറിലിരുന്ന ആൾ ഇത് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടെ അവിടെയുണ്ടായിരുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പണമടങ്ങിയ പെട്ടി കൈക്കലാക്കി ഇവിടെ നിന്നും കടന്നുകളഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ വിവിധ ജില്ലകളിലായി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയതായി മനസ്സിലാവുകയായിരുന്നു. കഴിഞ്ഞ മാസം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുത്തൂർ മഠത്തുള്ള ബിന്ദു ഹോട്ടലിലും പ്രതി സമാന രീതിയിൽ മോഷണം നടത്തിയതായി വ്യക്തമായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവ് ചെയ്ത് പണിത ടോയ്ലറ്റ് ബ്ലോക്ക് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബിജി PS സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ വിശിഷ്ട വ്യക്തിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, PTA പ്രസിഡന്റ് വേണു VR, SMC ചെയർമാൻ ശ്രീജിത്ത് PV, OSA ചെയർമാൻ KN ജയപ്രകാശ്, MPTA പ്രസിഡന്റ് ജീവ ബേബി, PTA വൈസ് പ്രസിഡന്റ് അശ്വതി ഷൈജു, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ദേവസി VP, സീനിയർ അധ്യാപകൻ ഷിജു CV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അമൃതപ്രിയ AK നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 150 രൂപ കൂടി ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെമ്മാപ്പിള്ളി തെക്കിനിയേടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. മഴയ്ക്ക് ശക്തി കൂടും. തൃശൂർ ഉൾപ്പെടെ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി 15,000 രൂപ തട്ടിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മലക്കപ്പാറയിലും വാൽപ്പാറയിലും വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം ചായക്കട തകർത്തു. ഹോട്ടലുകളിൽ നിന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പണമടങ്ങിയ പെട്ടി മോഷ്ടിച്ച് കടന്നുകളയുന്നയാൾ പിടിയിൽ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർഡ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.